നമസ്കാരം. സ്ട്രെസ് അത് വന്ധ്യതയ്ക്ക് ഒരു കാരണമാണോ? തീർച്ചയായിട്ടും നമ്മുടെ ദമ്പതികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ കാരണം നമുക്ക് നടക്കുന്നില്ല, കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നൊരു കാര്യം. എല്ലാവരും വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു ചെറിയ സ്ട്രെസ്സോ കുട്ടികളാവുന്നില്ല എന്നൊരു വിഷമം കൊണ്ടോ വീട്ടിൽ ചെറിയൊരു പ്രശ്നം കൊണ്ടോ ഒന്നല്ല നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഒരു കണക്ഷനായിട്ട് പറയുന്നത്. സ്ട്രെസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയങ്കര സിവിയർ സ്ട്രെസ്, ചിലപ്പം ഭയങ്കര പരീക്ഷയുടെ ഒരു സ്ട്രെസ്, ജോലി പോയി എന്നൊരു സ്ട്രെസ്, വീട്ടിൽ ഭയങ്കര വഴക്ക്, അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അങ്ങനത്തെ ഭയങ്കര സിവിയർ സ്ട്രെസ്, എക്സ്ട്രീംസ് ഓഫ് സ്ട്രെസ്. അത് കാരണം നിങ്ങൾക്ക് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സ്ട്രെസ് കൂടുന്നു. നിങ്ങൾ ഉറങ്ങുന്നില്ല മര്യാദയ്ക്ക്, നിങ്ങൾ കുറേ ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചാലും മര്യാദയ്ക്ക് ആസ്വദിച്ചല്ല കഴിക്കുന്നത്, കുറച്ചേ കഴിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ തലവേദന സ്ഥിരം, അതിന് കുറേ മരുന്ന് കഴിക്കുന്നു. ഇങ്ങനത്തെ കുറേ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വരുമ്പോഴാണ് ശരിക്കും ബീജങ്ങളെ അണ്ടങ്ങളെ അത് ബാധിക്കുന്നത്. സ്ത്രീകളുടെ ശരീരത്തിൽ ഇങ്ങനത്തെ വളരെ കൂടുതൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ് വരുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ അണ്ടങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്, അതിലെ മാറ്റങ്ങൾ വരും. ബ്രെയിനിലെ എൻഡോർഫിൻ എന്ന ചില ഹോർമോൺസിന്റെ റിലീസ് കാരണം ഈ അണ്ടങ്ങൾ മര്യാദയ്ക്ക് സമയാസമയം പൊട്ടില്ല. അണ്ടം പൊട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും പീരീഡ് ആവില്ല, അപ്പോൾ പീരീഡ്സ് തെറ്റും. അല്ലെങ്കിൽ അത് ബീജമായിട്ട് കണ്ടുമുട്ടില്ല, അപ്പോൾ തീർച്ചയായിട്ടും ബീജം ഭ്രൂണമായിട്ട് മാറില്ല, പ്രഗ്നൻസി ഉണ്ടാവില്ല. ആണുങ്ങൾക്ക് ഇതേപോലെ തന്നെ ബീജങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്. അത് ഒരു ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടാണ് വേറൊരു ശരീരത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ബീജങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതിന് ചെറിയ മാറ്റങ്ങൾ വന്നാലും ഡാമേജ് ഉണ്ടാവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സ്ട്രെസ് കൂടുതൽ വരുമ്പോൾ ഈ ബീജങ്ങളുടെ കൗണ്ടും അനക്കവും ആരോഗ്യവും ഒക്കെ കുറയാം. പക്ഷേ ഇത് വളരെ ഷോർട്ട് ലീവ്ഡാണ്. നമുക്ക് ഈ സ്ട്രെസ് മാറ്റാവുന്നേ ഉള്ളൂ. ആ സ്ട്രെസ്സിനുള്ള കാരണം മാറിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളിൽ ഈ സ്ട്രെസ്സുകൾ മുഴുവൻ മാറി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ സ്പേം കൗണ്ട് പഴയതുപോലെ തന്നെ ആയി കിട്ടും. പനിയാണ് വേറൊരു തരത്തിലെ ഫിസിക്കൽ മെയിൻ സ്ട്രെസ്. എന്ത് തരത്തിലെ ഇൻഫെക്ഷൻ, യൂറിനറി ആയാലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയാലും ഗ്യാസ്ട്രോ ഇൻഫെക്ഷൻ ആയാലും വേറെ സ്കിന്നിൽ കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻസ് എന്ത് വന്നാലും ആ പനി ഉണ്ടാക്കുന്ന സ്ട്രെസ്സും ഇതേ എൻഡോർഫിൻസ് ഹോർമോൺസ് ബ്രെയിനിലേക്ക് കൂട്ടും. അത് കാരണം ഈ ബീജങ്ങളുടെ ക്വാളിറ്റിയും കുറയും, അണ്ടങ്ങളുടെ ക്വാളിറ്റിയും കുറയും. അതുകൊണ്ട് എപ്പം പ്രഗ്നൻസിക്ക് ശ്രമിക്കുമ്പോഴും ഇങ്ങനത്തെ ഫിസിക്കൽ മെൻ്റൽ സ്ട്രെസ്സുകൾ പറ്റാവുന്നത്രയും കുറയ്ക്കാൻ നോക്കുക. മുഴുവൻ മാറ്റാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനെ കുറയ്ക്കാൻ നോക്കുക. തീർച്ചയായിട്ടും അത് എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റിയും കൂട്ടും, ഭ്രൂണങ്ങൾ ഉണ്ടാക്കേണ്ട സാധ്യതയും കൂടും, പ്രഗ്നൻസി വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് വളരും. താങ്ക് യു.